നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 4 പഞ്ചായത്തുകളിൽ നിയന്ത്രണം. 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശം. തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, തൃത്താല, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തുകൾ രോഗനിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രാഥമിക അവലോകനവുമായി രാഷ്ട്രീയ പാർട്ടികൾ. തിരിച്ചടി നേരിട്ട ഇടങ്ങളിലെ രാഷ്ട്രീയ കാരണങ്ങൾ കണ്ടെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുത്തലുമായി മുന്നോട്ടു പോകാൻ സജീവമായി ഇടപെടലുമായി നേതൃത്വങ്ങൾ. തെരഞ്ഞെടുപ്പിൽ വിജയാഹ്ലാദവുമായി സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും. മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരെ കണ്ടെത്താനും അണിയറ നീക്കങ്ങൾ സജീവം. തർക്കങ്ങളില്ലാതെ സാരഥികളെ നിശ്ചയിക്കുന്നതിനാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് പാർട്ടി നേതൃത്വം. കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളത്ത് നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും തിരക്കിട്ട ചർച്ചകളിൽ. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് മേധാവിത്വമുണ്ടെങ്കിലും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം മുതലാക്കാൻ മറുപക്ഷത്തിന്റെ തീവ്ര ശ്രമം. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് കേച്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കാർ അടിച്ചു തകർത്തു. യൂത്ത് കോൺഗ്രസ് നേതാവും കേച്ചേരി സ്വദേശിയുമായ ഊക്കയിൽ വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് 3-അംഗ സംഘം അടിച്ചു തകർത്തത്. 3 പേർ കസ്റ്റഡിയിൽ. വാർത്തകൾ വിശദമായി. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 4 പഞ്ചായത്തുകളിൽ നിയന്ത്രണം. 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശം. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡായ ചാഴിയാട്ടിരിയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MS ഉത്തരവിട്ടു. രോഗം സ്ഥിരീകരിച്ച പന്നിഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടുന്ന 4 ഗ്രാമപഞ്ചായത്തുകളെ രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, തൃത്താല, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തുകൾ രോഗനിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടും. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യുന്നതും വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനവും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിർത്തിവെക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. രോഗബാധിത മേഖലകളിൽ നിന്നും പന്നികൾ, പന്നിമാംസം, തീറ്റ എന്നിവ ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലേക്കോ തിരിച്ചു കൊണ്ടുപോകുന്നതും നിരോധിച്ചിട്ടുണ്ട്. രോഗബാധിത പ്രദേശങ്ങളിലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കേന്ദ്ര സർക്കാരിന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരമുള്ള പ്രോട്ടോകോൾ പാലിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ രോഗം സ്ഥിരീകരിച്ച ഫാമിൽ നിന്നും മറ്റു ഫാമുകളിലേക്ക് പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാനും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അനധികൃത കടത്ത് തടയാനായി ചെക്ക് പോസ്റ്റുകളിലും ജില്ലയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും പോലീസ്, RTO എന്നിവരുമായി ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് കർശന പരിശോധനകൾ നടത്തും. രോഗം സ്ഥിരീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ പോലീസ്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ എന്നിവരുൾപ്പെട്ട റാപ്പിഡ് റെസ്പോൺസ് ടീം അടിയന്തരമായി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. വിജയാഹ്ലാദ പ്രകടനവുമായി പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് വിശേഷം. കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളത്ത് നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും തിരക്കിട്ട ചർച്ചകളിൽ. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് അല്പം മേധാവിത്വമുണ്ടെങ്കിലും കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം മുതലാക്കാനാണ് മറുപക്ഷത്തിന്റെ തീവ്രമായ ശ്രമം. 39-അംഗ കൌൺസിലിൽ കേവല ഭൂരിപക്ഷത്തിന് 20 സീറ്റുകൾ ലഭിക്കണം. എന്നാൽ ഒറ്റകക്ഷി എന്ന നിലയിൽ 18 അംഗങ്ങളുള്ള CPM-നാണ് ഭൂരിപക്ഷം. BJP 7-ഉം കോൺഗ്രസ് 9-ഉം RMP 4-ഉം വിമത കോൺഗ്രസ് അംഗം 1-ഉം എന്നതാണ് നിലവിലെ കക്ഷിനില. RMPയെ മുന്നിൽ നിർത്തി ഒരു ധാരണ ഉണ്ടാക്കാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് LDF ഭരിക്കും, LDFന് തന്നെയാണ് 3-ാം ഭരണം എന്നൊന്നും അങ്ങനെ ഉറപ്പിച്ചു പറയാനാവില്ല. കാരണം ഈ LDFന് 18 സീറ്റേ ഉള്ളൂ. ഭരണം ലഭിക്കാൻ 20 സീറ്റ് വേണം. അപ്പോൾ പിന്നെ LDF ആണ് ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. LDFിൻ്റെ നീക്കങ്ങൾ എന്താണ് എന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
LDF-ന്റെ മൂന്നാം ഭരണം വരാൻ പോകുന്നു, അങ്ങനെ LDF-നെ ഒന്നും ഭരിക്കുവാനുള്ളതായ ഭൂരിപക്ഷമില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ളതായ അടിയന്തര ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ടാവാം LDF-ന്റെ. അപ്പോൾ അവരുടെ നീക്കങ്ങൾ ശുശ്രൂഷ നിരീക്ഷിച്ചുകൊണ്ട് ഭാവി പരിപാടികൾ ഞങ്ങൾ ആലോചിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. എന്നാൽ ഇതിനോട് കോൺഗ്രസിലെ തന്നെ മറുവിഭാഗത്തിനും നേതൃത്വത്തിനും താൽപര്യമില്ല. RMP സംസ്ഥാന തലത്തിൽ UDF സഖ്യകക്ഷിയാണെങ്കിലും കുന്നംകുളത്ത് തനിച്ചാണ് മത്സരിച്ചത്. 3 സീറ്റുകളുണ്ടായിരുന്ന RMP 1 സീറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒറ്റയ്ക്ക് മത്സരിച്ച് നേടിയ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്തണമെന്നാണ് RMPയിലെ ഒരു വിഭാഗത്തിന്റെ താൽപര്യം. UDF-ന്റെ ഭാഗത്ത് ചില കരുനീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് ഫലപ്രാപ്തിയായിട്ടില്ല. നാളെയോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് സൂചന. വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിന്റെ കൌൺസിലറെ മുൻനിർത്തിയും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ നിലപാട് നിർണായകമാകും. സംസ്ഥാന തലത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു വരുന്ന BJPക്ക് തങ്ങളുടെ പാൻ ഇന്ത്യ രാഷ്ട്രീയ ശത്രുവിന് ഗുണപ്രദമാകുന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ നയപരമായ ബുദ്ധിമുട്ടുണ്ട്. 2015 സമാനമായ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നാൽ പുറമേ നിന്നോ അകന്നു നിന്നോ പിന്തുണ കൊടുക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഇപ്പോൾ പറയാനാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് സംഘടന സംസ്ഥാന ജില്ലാ നേതൃത്വവുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഭരണകാര്യമായിട്ടുള്ള തീരുമാനം ഉണ്ടെങ്കിൽ എടുക്കുക. 2015-ലും 2020-ലും കേവല ഭൂരിപക്ഷം നേടാതെ തന്നെ ഭരണം സുഗമമായി കൊണ്ടുപോയിരുന്ന ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്. മറുപക്ഷത്തെ നീക്കങ്ങൾ സശ്രദ്ധയോടെ വീക്ഷിക്കുന്ന LDF നേതൃത്വം ആവശ്യമായ രാഷ്ട്രീയ മുൻകരുതൽ എടുത്തിട്ടുമുണ്ട്. അതൊരിക്കലും വർഗീയ ശക്തികളുമായി ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകില്ല. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു സ്പേസ് കുന്നംകുളത്തുണ്ട്. അതുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. UDF-ന്റെ വിചിത്രമായ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഒരു അനുഭവം 2010 മുതൽ 15 വരെ കുന്നംകുളം അനുഭവിച്ചിട്ടുണ്ട്. BJPയും കോൺഗ്രസും RMPയും ചേർന്നുള്ളൊരു കൂട്ടുകക്ഷി ഭരണം 5 വർഷക്കാലം കുന്നംകുളം അനുഭവിച്ചറിഞ്ഞതാണ്. അത്തരമൊരു സാഹസത്തിലേക്ക് വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു. BJPയാണ് മുഖ്യ ശത്രു എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് BJPയുമായി ചേർന്നുകൊണ്ടൊരു ഭരണത്തിന് നേതൃത്വം നൽകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് എന്ന് അവരും പറയുന്നു. ഇവർ തമ്മിൽ ഒരു ധാരണയോ മുന്നണിയോ ഉണ്ടാക്കിക്കൊണ്ടൊരു നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അവരുടെ രാഷ്ട്രീയ നിലപാടിനെ ബലികഴിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. CPM-ന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി സൗമ്യ അനിലനും വൈസ് ചെയർമാനായി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും CITU ഏരിയ ട്രഷററുമായ PG ജയപ്രകാശനുമാണ് മത്സരരംഗത്തുണ്ടാവുക. 21-ാം തീയതി ചെയർമാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും രാഷ്ട്രീയ നീക്കങ്ങൾ അവസാനിക്കില്ലെന്നാണ് സൂചന. അവിശുദ്ധ സഖ്യത്തിലൂടെ ചെയർമാനും വൈസ് ചെയർമാനും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പോലും പിന്നീടുണ്ടാകുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആധികാരികമായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലനിർത്തി UDF. ആകെയുള്ള 14 സീറ്റിൽ 12 സീറ്റിലും വിജയിച്ചാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമുന്നേറ്റം. കഴിഞ്ഞ തവണ 1 സീറ്റ് ഭൂരിപക്ഷത്തിലായിരുന്നു UDF ഭരണം. എന്നാൽ ഇക്കുറി എതിരാളികളുടെ സാന്നിധ്യം നാമമാത്രമാക്കിയാണ് UDF-ന്റെ ഭരണനേട്ടം. LDF-ൽ നിന്ന് അണ്ടത്തോട് ഡിവിഷനിൽ ലതിക തുളസീദാസ്, തൃപ്പറ്റ് ഡിവിഷനിൽ V അപ്പുമാസ്റ്റർ എന്നിവരാണ് വിജയിച്ചത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം പ്രസിഡന്റ് KJ ചാക്കോ, തങ്ങൾപടി ഡിവിഷനിൽ നിലവിലെ മെമ്പറും മഹിളാ അസോസിയേഷൻ നേതാവുമായ ഷൈനി ഷാജിയെ പരാജയപ്പെടുത്തിയതും വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു എടക്കര ഡിവിഷനിൽ നിന്ന് വിജയിച്ചതും ശ്രദ്ധ നേടി. മന്നലാംകുന്ന് ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. അതുകൊണ്ടുതന്നെ ഇത്തവണ മന്നലാംകുന്ന് ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഇവിടെ UDF-ലെ സുബൈദ പാലക്കൽ 2492 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എടക്കഴിയൂർ ഡിവിഷൻ BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരുന്നു. ഇവിടെ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായില്ല. ഇത് CPM BJP ധാരണയാണെന്ന് UDF ആരോപിച്ചിരുന്നു. പൊതുവെ UDF-ന് ആഭിമുഖ്യമുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് ചാവക്കാട്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കക്കാട്ട് ഗോവിന്ദൻകുട്ടിയുടെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി.
കോൺഗ്രസിലെ പ്രമുഖ നേതാവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ഗോവിന്ദൻകുട്ടി പാർട്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിച്ചത്. ജനകീയ വേദിയുടെ സ്ഥാനാർത്ഥിയായ ഗോവിന്ദൻകുട്ടി 290 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ MM സലിമായിരുന്നു UDF സ്ഥാനാർത്ഥി. ഷൈജു തൈക്കാടനായിരുന്നു LDF സ്ഥാനാർത്ഥി. കടങ്ങോട് റോഡ് സെന്ററിൽ നിന്ന് ആരംഭിച്ച് വാർഡിലൂടെ സഞ്ചരിച്ച് തിപ്പല്ലൂർ സബ്സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. വാർഡിലെ മുഴുവൻ വീടുകളിലും കയറി നിയുക്ത മെമ്പർ ഗോവിന്ദൻകുട്ടി ലഡു വിതരണം ചെയ്യുകയും നന്ദി പറയുകയും ചെയ്തു. ജനകീയ വേദി പ്രവർത്തകരായ നസീമ ഷംസുദ്ദീൻ, PS ബാലകൃഷ്ണൻ, മുരളി, ജോസ് തറയിൽ, AV ജയൻ, സംഘം വിനോദ്, സതീശൻ മുള്ളത്ത്, മനോജ്, നവീൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച സജീവമായി. ഇത്തവണ വനിതയ്ക്കാണ് ചെയർപേഴ്സൺ സ്ഥാനം. 3 തവണ തുടർച്ചയായി വിജയിച്ച ബിന്ദു അജിത് കുമാറിനെയും 2ാം തവണ കൌൺസിലറായ സുനിത അരവിന്ദനെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് CPM പരിഗണിച്ചേക്കും. സുനിത തമ്പുരാൻപടി ലോക്കൽ കമ്മിറ്റിയിലും ബിന്ദു പാലുവായ് ലോക്കൽ കമ്മിറ്റിയിലും അംഗമാണ്. കഴിഞ്ഞ കൌൺസിലിലെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയാണ് ബിന്ദു. 2 തവണ കൌൺസിലറായ രതി ജനാർദ്ദനനും പരിഗണനയിലുണ്ട്. 21-ന് കൌൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇതിനു മുമ്പ് ചെയർപേഴ്സൺ സ്ഥാനം സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തും. 4 വർഷം CPM-നും 1 വർഷം CPI-ക്കും എന്ന രീതിയാണ് ഏറെക്കാലമായി തുടർന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ കൌൺസിലിന്റെ കാലത്ത് 5 വർഷം ചെയർമാൻ സ്ഥാനം CPM-നും 5 വർഷം വൈസ് ചെയർമാൻ സ്ഥാനം CPI-ക്കുമായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തും വെച്ച് മാറ്റമുണ്ടായില്ല. 23 സീറ്റ് നേടിയ CPM-ന് ഒറ്റയ്ക്ക് ഭരിക്കാനാവില്ല. CPM വിമതയായി മത്സരിച്ച് വിജയിച്ച ലിസി ബൈജുവിനെ അംഗീകരിച്ചാൽ ഭൂരിപക്ഷം തികയ്ക്കാനാകും. കാൽനൂറ്റാണ്ടായി തുടരുന്ന വിജയം ആഘോഷമാക്കി ഗുരുവായൂരിലെ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ജുളാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. കാവടികളും കലാരൂപങ്ങളും വാദ്യമേളങ്ങളും DJയും അണിനിരന്നു. തുടർന്ന് നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷറർ PS ജയൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി TT ശിവദാസ്, CPI മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, M മോഹൻദാസ്, AS മനോജ് എന്നിവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കരുത്താർജിച്ച് BJP. 6 വാർഡുകളിൽ കോൺഗ്രസിനെ മറികടന്ന BJP സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്ത്. ഇടതുപക്ഷ കോട്ട എന്നറിയപ്പെടുന്ന കണ്ടാണിശ്ശേരിയിൽ കരുത്ത് തെളിയിച്ച BJP 6 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തി. 4, 5, 14, 15, 16, 17 എന്നീ വാർഡുകളിലാണ് BJP 2ാമതെത്തിയത്. ഈ വാർഡുകളിലെല്ലാം കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. 4ാം വാർഡിൽ BJP സ്ഥാനാർത്ഥി ലീന രാധാകൃഷ്ണൻ 176 വോട്ടും UDF സ്ഥാനാർത്ഥി നീതു അനീഷ് 124 വോട്ടും നേടി. 5ാം വാർഡിൽ BJPയുടെ രാജേഷിന് 199 വോട്ടും UDF സ്ഥാനാർത്ഥി സിബി ചാലക്കലിന് 140 വോട്ടുമാണ് ലഭിച്ചത്. 14ാം വാർഡിൽ BJPയിലെ സൗമ്യ സുഭാഷ് 393 വോട്ട് നേടിയപ്പോൾ UDFിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ റൂബി ഫ്രാൻസിസിന് 244 വോട്ട് നേടാനേ സാധിച്ചുള്ളൂ. 15ാം വാർഡിൽ BJPയിലെ ചന്ദ്രൻ 296ഉം UDFിലെ പ്രേമരാജൻ 279 വോട്ടും നേടി. 16ാം വാർഡിൽ BJPയിലെ സുജിത് മാധവൻ 194 വോട്ട് നേടി. UDFിലെ അമിത 134 വോട്ടാണ് നേടിയത്. 17ാം വാർഡിൽ BJPയിലെ ഉണ്ണികൃഷ്ണൻ 275 വോട്ടും UDFിലെ ശ്രീകുമാർ 62 വോട്ടും എന്നിങ്ങനെയാണ് നില. 14ാം വാർഡിൽ BJP സ്ഥാനാർത്ഥി സൗമ്യ സുഭാഷ് വിജയിക്കുമെന്ന പ്രതീതി പ്രചരണ സമയത്തുണ്ടായിരുന്നു. എന്നാൽ അവസാന കണക്കിൽ LDFിലെ സുനിത ഉണ്ണിമോനോട് 69 വോട്ടിന് പരാജയപ്പെടുകയായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയിലേക്കുള്ള ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJP നില മെച്ചപ്പെടുത്തി വരുന്ന സ്ഥിതിയാണുള്ളത്. BJPയുടെ വളർച്ച കോൺഗ്രസിനെയാണ് ഏറെ ബാധിക്കുന്നത്. മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ റൂബി ഫ്രാൻസിസിന് പോലും BJPയുടെ മുന്നേറ്റത്തിൽ കാലിടറുന്ന സ്ഥിതിയാണുണ്ടായത്. പല വാർഡുകളിലും കോൺഗ്രസിന്റെ വോട്ട് ഗണ്യമായി കുറയുന്ന സാഹചര്യവും നിലവിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ LDF തുടർ ഭരണത്തിലെത്തിയതിൽ LDF വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വാദ്യമേളങ്ങളോടെ എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മങ്ങാട് ഡിവിഷനിൽ നിന്ന് വിജയിച്ച സ്വപ്ന പ്രദീപ്, ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച VV വിവേക്, KV ഷൈബു, രാജി സോമൻ, ഷീജ അനന്തൻ എന്നിവർ പങ്കെടുത്തു. LDF നേതാക്കളായ PC അബാൽമണി, KM അഷ്റഫ്, TK മനോജ് കുമാർ, TK ശിവൻ, PT ജോസഫ്, OS മനോജ്,
PB ബിബിൻ, PL ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം മികവോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ടീം CCTV. രാവിലെ 7:30 ആരംഭിച്ച പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാത്രിയോടെയാണ് സമാപിച്ചത്. യൂട്യൂബിൽ 1.5 ലക്ഷത്തിലധികം പേർ കണ്ട നാട്ടുവിധി ദിന വാർത്ത പ്രാദേശിക ദൃശ്യമാധ്യമ രംഗത്ത് പുതിയ ചരിത്രം തീർത്തു. എന്തായാലും 8 മണിയോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ 8:00 തന്നെ ആദ്യ ഫലസൂചനകൾ നമുക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മളുടെ ബ്യൂറോ പ്രതിനിധികളെല്ലാം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നാട്ടങ്കത്തിലെ അന്തിമഫലമറിയാൻ മേഖലയിലെ ജനം സാഗൂതം മിഴിനീട്ടിയത് സംസ്ഥാനത്തെ മികച്ച പ്രാദേശിക ചാനലുകളിലൊന്നായ CCTV വാർത്താ ചാനലിനെയായിരുന്നു. കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ സാങ്കേതിക തികവോടെ വാർത്താവിന്യാസമൊരുക്കിയ CCTVയിലൂടെ ഫലപ്രഖ്യാപനത്തിന്റെ അനുനിമിഷങ്ങളുടെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്കെത്തി. മികവുറ്റ ഗ്രാഫിക്സ്, വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും അടങ്ങിയ സ്ലൈഡ് ഷോ, ഓരോ വാർഡിലും വിജയിച്ച കക്ഷികളുടെ വിശദാംശങ്ങൾ, സംസ്ഥാനത്തെ പൊതുചിത്രം അടങ്ങിയ ഗ്രാഫിക്സ്, തൃശൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ മുന്നണികളുടെ പ്രകടനം എന്നിവയെല്ലാം കൃത്യമായി ചാനലിലൂടെ അറിയാനായി. 8 പഞ്ചായത്തുകളുടെ ഫലപ്രഖ്യാപനം നടന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഗുരുവായൂർ നഗരസഭയുടെ വോട്ടെണ്ണൽ നടന്ന ടൗൺ ഹാൾ, ചാവക്കാട് ബ്ലോക്കിന്റെ കീഴിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടെണ്ണിയ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ, കുന്നംകുളത്തെ ജനവിധി പുറത്തുവന്ന ടൗൺ ഹാൾ, എരുമപ്പെട്ടി വരവൂർ സ്കൂളുകളുടെ ഫലം പുറത്തുവന്ന മച്ചാട് സ്കൂൾ, ചാവക്കാട്ടെ വോട്ടെണ്ണൽ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്നെല്ലാം CCTV പ്രതിനിധികൾ അതിവേഗം വിവരങ്ങൾ പൊതുജനമധ്യത്തിലേക്ക് എത്തിച്ചു. സ്റ്റുഡിയോയിലും ഡെസ്കിലുമായി ഇതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. ന്യൂസ് ഡയറക്ടർ KC ജോസ്, ലൈവ് ഡയറക്ടർ പ്രമോദ് കുമാർ, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏകോപനം ഒരുക്കി. യൂട്യൂബിൽ തത്സമയം ആകെ വാർത്ത കണ്ടവരുടെ എണ്ണം 1.5 ലക്ഷം പിന്നിട്ടതും അഭിമാന നേട്ടമായി. പ്രാദേശിക ദൃശ്യമാധ്യമ രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം തുടരുന്ന CCTV ഇപ്പോൾ സേവനത്തിന്റെ 25 വർഷം പിന്നിട്ടു. കേബിൾ TV ചാനലിന് പുറമെ വെബ്സൈറ്റിലൂടെയും യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി സാമൂഹ്യമാധ്യമങ്ങളിലൂടെയും പുതുകാലത്തിന്റെ വാർത്തായിടങ്ങളിലും മുൻപന്തിയിൽ തന്നെയാണ് CCTVയുടെ സ്ഥാനം. ഒരുമനയൂർ പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം നടത്തിയാണ് UDF ഭരണം തിരിച്ചുപിടിച്ചത്. 14-ൽ 11 സീറ്റ് നേടിയാണ് ഭരണം തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ തവണ 8 സീറ്റ് നേടിയാണ് LDF ഭരണം നേടിയത്. ഇത്തവണ 2 സീറ്റിൽ മാത്രമായി ഇടതുപക്ഷം ചുരുങ്ങി, 1 സീറ്റ് BJP നേടി. കഴിഞ്ഞ തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന VC ഷാഹിമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കയ്യുമ്പു ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ചന്ദ്രൻ, ഹസീന അൻവർ എന്നിവരെല്ലാം പരാജയം രുചിച്ചു. LDF കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ ജനദ്രോഹ പ്രവർത്തനമാണ് ജനരോഷത്തിന് കാരണമായതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ KJ ചാക്കോ പറഞ്ഞു. UDFൽ കോൺഗ്രസ് 6 സീറ്റും മുസ്ലിം ലീഗ് 5 സീറ്റും നേടി. തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് അഗതിയൂർ സെന്ററിൽ CPMന്റെ കൊടിമരത്തിലെ പതാകകൾ കത്തിക്കുകയും റോഡിൽ വരച്ചിരുന്ന ചിഹ്നത്തിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്ത നിലയിൽ സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM പ്രകടനവും പൊതുയോഗവും നടത്തി. സംഭവത്തിന് പിന്നിൽ BJP ആണെന്നും ഞായറാഴ്ച അർദ്ധരാത്രിയോടെ എത്തിയ 4-അംഗ സംഘമാണ് കൊടികൾ കത്തിക്കുകയും കരിയോയിൽ ഒഴിക്കുകയും ചെയ്തതെന്ന് CPM ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് CPIM നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, CG രഘുനാഥ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രവർത്തകരുമായി സംസാരിച്ചു. നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാനാണ് BJP ശ്രമമെങ്കിൽ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPIM പോർക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഗതിയൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ലോക്കൽ സെക്രട്ടറി KM നാരായണൻ, സുന്ദരമണി, ഷനോജ് അഗതിയൂർ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. സുഹൃത്തിന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ നടൻ മോഹൻലാൽ ഗുരുവായൂരിലെത്തി. സൂപ്പർ താരത്തെ കാണാൻ ജനം തിക്കിത്തിരക്കി. മോഹൻലാൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ തിരനോട്ടം സിനിമയുടെ സംവിധായകൻ V അശോകിന്റെ മകൾ ഗായത്രിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് സൂപ്പർ താരം ഗുരുവായൂരിലെത്തിയത്. പത്നി സുചിത്രയ്ക്കൊപ്പം രാവിലെ എത്തിയ മോഹൻലാൽ സ്വകാര്യ ലോഡ്ജിലാണ് തങ്ങിയത്. ഉച്ചയോടെ വിവാഹവേദിയിലെത്തി വധുവിൽ നിന്ന് ദക്ഷിണ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര നടയിലെ താലികെട്ട് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആരാധകർ തിക്കിത്തിരക്കിയതോടെ തീരുമാനം മാറ്റി. താലികെട്ട് കഴിഞ്ഞു വരുന്നതുവരെ മോഹൻലാൽ മുറിയിൽ വിശ്രമിച്ചു. താലികെട്ട് കഴിഞ്ഞെത്തിയ വധൂവരന്മാരെ ആശീർവദിച്ച് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്താണ് താരം മടങ്ങിയത്. നടന്മാരായ മുകേഷ് MLA, ബിജു മേനോൻ, നടിമാരായ ചിപ്പി, കാർത്തിക, മേനക, സംവിധായകൻ പ്രിയദർശൻ, ക്യാമറ പേഴ്സൺമാരായ അഴകപ്പൻ, S കുമാർ തുടങ്ങിയവരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു.
കുന്നംകുളത്ത് ഗൃഹനാഥയെ വീട്ടിൽ കയറി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെലക്കാട്ട് പയ്യൂർ അമ്പലത്ത് വീട്ടിൽ ഹാഷിമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 10-ാം തീയതി രാത്രി 9:30-ഓടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. തനിച്ച് താമസിക്കുകയായിരുന്ന പ്രായമായ സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. പരാതിയിൽ കേസെടുത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് കേച്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കാർ അടിച്ചു തകർത്തു. തിങ്കളാഴ്ച രാവിലെ 11:30-ഓടെ കേച്ചേരിയിൽ വെച്ചാണ് സംഭവം. യൂത്ത് കോൺഗ്രസ് നേതാവും കേച്ചേരി സ്വദേശിയുമായ ഊക്കയിൽ വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് 3-അംഗ സംഘം അടിച്ചു തകർത്തത്. മുബാറക്ക് താമസിക്കുന്ന പ്രദേശമായ കേച്ചേരി റെനിൽ റോഡിൽ വെച്ചായിരുന്നു സംഭവം. വീതി കുറഞ്ഞ റോഡിൽ ബൈക്കിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു അക്രമം. കാറിന് നേരെ അക്രമം നടക്കുമ്പോൾ മുബാറക്കിന്റെ കുടുംബവും വാഹനത്തിലുണ്ടായിരുന്നു. കാറിന്റെ മുൻവശത്തെയും ഇടതുവശത്തെയും ചില്ലുകളാണ് തകർത്തത്. ബൈക്കിലെത്തിയ സംഘം കല്ലുപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. കാറിന്റെ മുൻവശത്തെ ബമ്പറിനും കേടുപാടുകൾ സംഭവിച്ചു. മുബാറക്കിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് പാലയൂരിൽ ഇലക്ട്രിക് ഇരുചക്രവാഹനം ടോറസ് ലോറിയുടെ അടിയിൽ കുടുങ്ങിയ അപകടം. ഗൃഹനാഥന് പരിക്കേറ്റു. തെക്കൻ പാലയൂർ ഓസാരം വീട്ടിൽ 65 വയസ്സുള്ള അബ്ദുവിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 11-നായിരുന്നു സംഭവം. ചാവക്കാട് നിന്ന് പൂവത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയുടെ അടിയിലാണ് ഇലക്ട്രിക് ഇരുചക്രവാഹനം കുടുങ്ങിയത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ ഇയാളെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വെട്ടിക്കടവ് കോൾപ്പാടത്ത് നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. കോൾകൃഷി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നടീൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. സൗമ്യ അനലൻ, PG ജയപ്രകാശ്, KA അസീസ്, MA വേലായുധൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 300 ഏക്കർ സ്ഥലത്ത് ഇത്തവണ യന്ത്രവൽക്കരണ നടീലാണ് നടത്തുന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് റിട്ടയേർഡ് കൃഷി ഓഫീസർ ജോസ് വർഗീസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നടീൽ, വളപ്രയോഗം, കീടനാശിനി പ്രയോഗം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ബോധവൽക്കരണം. വെട്ടിക്കടവ് പാടശേഖരത്ത് ഇന്ന് ആധുനിക രീതിയിൽ കൃഷി ഇറക്കുന്നതിൻ്റെ ഒരു പുതിയ സംരംഭം ഇന്ന് ആരംഭിക്കുകയാണ്. ഗ്രീൻ ആർമിയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കൊണ്ടുവന്നത്. അവർ തന്നെ ചാറ്റടി തയ്യാറാക്കി മെഷീൻ ഉപയോഗിച്ച് നടുന്ന രീതിയാണ്. തൊഴിലാളികളുടെ ക്ഷാമവും അതുപോലെ തന്നെ സമയ ലാഭവും പണലാഭവുമെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭ്യമാവും. സമയത്ത് കൃഷി ഇറക്കാൻ കഴിയുന്ന സ്ഥിതി മെഷീൻ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ലഭ്യമാവും. ആർത്താറ്റ് സെന്റ് തോമസ് LP സ്കൂളിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ആർത്താറ്റ് പ്രദേശത്തെ വിവിധ അംഗൻവാടിയിലെ കുട്ടികൾക്കായി വർണ്ണച്ചിരി 2K25 എന്ന പേരിൽ കളറിംഗ് മത്സരവും വിവിധ മത്സരങ്ങളും നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ഷിജു മാപ്രാണത്തുകാരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PA ബിജു അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് കൃഷ്ണപ്രിയ, സെന്റ് ലൂസിയ കോൺവെന്റിലെ സിസ്റ്റർ അഞ്ജന SKD എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക VJ മരിയ സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി ആൽബർട്ടി ക്രിസ്റ്റീൻ നന്ദിയും പറഞ്ഞു. വിജയികളായവർക്കും പങ്കെടുത്തവർക്കും ട്രോഫികളും മെഡലും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 38-ാം സുവിശേഷ മഹായോഗം സമാപിച്ചു. സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന സന്ധ്യാ നമസ്കാരത്തിനു ശേഷം സഭാ ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച യോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഫാദർ നോബിൻ ഫിലിപ്പ് വചന പ്രഘോഷണം നടത്തി. തുടർന്ന് മെത്രാപ്പൊലീത്ത സന്ദേശം നൽകി. വിവിധ ദിവസങ്ങളിലായി വൈദിക ശ്രേഷ്ഠരുടെ വചന പ്രഘോഷണം, ഗാനശുശ്രൂഷ, വൈദിക കുടുംബസംഗമം, വനിതാ സമാജം ക്യാമ്പ്, മദ്ബഹ ശുശ്രൂഷ സംഘത്തിന്റെയും ഗായക സംഘത്തിന്റെയും ക്യാമ്പുകൾ എന്നിവ ഉണ്ടായിരുന്നു. പാരിഷ് ഹാളിൽ മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന യോഗത്തിൽ ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാട്, വൈദികരായ പ്രിൻസ് ഐ കോലാടി, തോമസ് കുര്യൻ, ബെന്യാമിൻ ചിറ്റ്ലപ്പള്ളി, സ്റ്റെഫാനോ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതുവർഷത്തിലെ സഭാ വേദവായനാ കാർഡിന്റെ പ്രകാശനം ചടങ്ങിൽ തിരുമേനി നിർവഹിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മഹാസുവിശേഷ യോഗത്തിന് സുവിശേഷ സംഘം സെക്രട്ടറി ഫാദർ സ്കറിയ ചീരൻ, ട്രഷറർ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ, പ്രോഗ്രാം കൺവീനർ CP ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി.
കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ടാണിശ്ശേരി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള വാഗ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പിയാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഹാജിറാബി അധ്യക്ഷയായി, അൽഫോൺസ, അജിത ബിജു എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഓമന ശ്രീധരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ രേവതി ബിനീഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത 1ഉം 2ഉം സ്ഥാനക്കാർക്ക് ഏരിയ പ്രസിഡന്റ് ജീന ബാബു സമ്മാനദാനം നടത്തി. ഏരിയ സെക്രട്ടറി PJ ജോൺസൺ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ ട്രഷറർ സുശീല സതീശൻ, യൂണിറ്റ് ഭാരവാഹികളായ MR രേഷ്മ, കൃഷ്ണേന്ദു എന്നിവർ സംസാരിച്ചു. AKTA വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഷൈല ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മിനി വിനീഷ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി KV ജോൺസൺ, ഏരിയ ട്രഷറർ PV ഇന്ദിര എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് സിറിയൻ പഴയ പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാളിന് കൊടിയേറി. വിശുദ്ധ കുർബാനയ്ക്ക് തോമസ് പോൾ റമ്പാൻ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, കൈസ്ഥാനി കുര്യാക്കോസ്, സെക്രട്ടറി ഷെറിൻ പോൾസി, പെരുന്നാൾ കൺവീനർ ലാവോസ് PV എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 25-26 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. വെങ്കിടുങ്ങ് കോറളി അയ്യപ്പ സേവാ സംഘം ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോറളി ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തി നിർഭരമായി. ഞായറാഴ്ച വൈകിട്ട് 6:30 കരുവന്തല ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെ ഈണത്തിൽ ശരണമന്ത്രങ്ങളുടെ അകമ്പടിയോടെ അലങ്കരിച്ച രഥത്തിൽ ശ്രീധർമ്മശാസ്താവിനെ കോറളി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. മണത്തല ജനാർദ്ദനൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള വിളക്ക് പാർട്ടിയാണ് വിളക്ക് ആഘോഷത്തിന് നേതൃത്വം നൽകിയത്. മാളികപ്പുറങ്ങൾ കയ്യിലേന്തിയ താലങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പെഴുന്നള്ളിച്ചുള്ള വിളക്ക് ഘോഷയാത്ര കോറളി നരസിംഹമൂർത്തി ക്ഷേത്രാങ്കണത്തിൽ സജ്ജമാക്കിയ വിളക്കുപന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്ത അന്നദാനത്തിന് ശേഷം വിളക്കുപന്തലിൽ ശാസ്താംപാട്ട് അരങ്ങേറി. പുലർച്ചെ 3 മണി മുതൽ തിരിയൊഴിച്ചിൽ, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, വെട്ടുംതട, കനലാട്ടം എന്നീ ആചാരങ്ങളോടെ വിളക്കാഘോഷത്തിന് സമാപനമായി. ദേശവിളക്കിനോടനുബന്ധിച്ച് വൈകിട്ട് 7 മുതൽ ക്ഷേത്രത്തിൽ ഭജനയും നടന്നു. കേച്ചേരി ആക്ട്സിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി നന്മ ഖത്തർ. ഖത്തറിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ കേച്ചേരിക്കാരുടെ കൂട്ടായ്മയാണ് നന്മ കേച്ചേരി കൾച്ചറൽ സെന്റർ. 11 വർഷം മുമ്പാണ് നന്മ ഖത്തർ ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന് പുതിയ ആംബുലൻസ് നൽകിയത്. തുടർന്ന് എല്ലാ വർഷവും ആംബുലൻസിന് വരുന്ന മെയിന്റനൻസ് ചിലവുകൾ മുഴുവനും നന്മ ഖത്തർ തന്നെയാണ് നടത്തിവരുന്നത്. ഈ വർഷത്തെ ടെസ്റ്റ് വർക്കിനോടനുബന്ധിച്ച് ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന് ചിലവ് വന്ന 71,500 രൂപയും മഴുവഞ്ചേരി ആക്ട്സ് സേവനാലയത്തിൽ പ്രവർത്തിച്ചുവരുന്ന സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 30,000 രൂപയും ഉൾപ്പെടെ 1,01,500 രൂപ നന്മ ഭാരവാഹികൾ ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന് കൈമാറി. RM മുസ്തഫ പ്രസിഡന്റും നൌഫൽ ഉസ്മാൻ ജനറൽ സെക്രട്ടറിയും അജ്മൽ ജബ്ബാർ ട്രഷററുമായ നന്മ കമ്മിറ്റിക്ക് വേണ്ടി നന്മ ജനറൽ സെക്രട്ടറി നൌഫൽ ഉസ്മാനും എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ റാഫി പട്ടിക്കര, അയൂബ് ആയമുക്ക് എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് രക്ഷാധികാരി കോതേടത്ത് അപ്പുനായർ, ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കുച്ചുലാസർ, ജില്ലാ സെക്രട്ടറി AF ജോണി, ബ്രാഞ്ച് സെക്രട്ടറി MM മുഹസിൻ, ട്രഷറർ MK മുഹമ്മദ് ബഷീർ, കൺവീനർ AJ ജോൺ, ആക്ട്സ് ഭാരവാഹികളായ CT ജെയിംസ്, റോഷൻ കുമാർ, KA രവിചന്ദർ, PS ബിജോയ്, VA ജെനീഫർ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. ശ്രീദുർഗ മാതൃസമിതിയുടെയും ദേശവാസികളുടെയും നേതൃത്വത്തിലാണ് 11ാമത് ദേശവിളക്കും അന്നദാനവും നടത്തിയത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെയും താലങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. കേരളത്തിനകത്തും പുറത്തും പ്രശസ്തരായ മാട്ടുവീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക വിളക്ക് സംഘം, പട്ടിശ്ശേരി വിളക്ക് സംഘവുമാണ് വിളക്കിന് കാർമ്മികത്വം വഹിച്ചത്. അയ്യപ്പ ജനനം, പാൽക്കുടം എഴുന്നള്ളിപ്പ്, പുലിപ്പാട്ട്, കനലാട്ടം, വെട്ടുംതട എന്നിവ നടന്നു. ക്ഷേത്രസമിതി പ്രസിഡന്റ് നാരായണൻ അമ്പക്കാട്ട്, സെക്രട്ടറി ലീല ഉണ്ണികൃഷ്ണൻ, വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ശാന്ത കുട്ടപ്പൻ എന്നിവർ നേതൃത്വം നൽകി. CITU അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. നെല്ലുവായ് യൂണിയൻ ഓഫീസ് പരിസരത്ത് നടന്ന പതാക ദിനം CITU ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PA ബൈജു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ, PT ദേവസി, AG ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള സെന്റ് മേരീസ് കുടുംബ യൂണിറ്റ് ക്രിസ്തുമസ് കരോൾ നടത്തി. ഞായറാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്ന് ആരംഭിച്ച ക്രിസ്മസ് കരോൾ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റിന് കീഴിലുള്ള വീടുകളിലെത്തി ക്രിസ്തുമസ് സന്ദേശം നൽകി. കുട്ടികളുടെ ഫ്ലാഷ് മോബും മനോഹരമായി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സണ്ണി കണ്ണനായിക്കൽ, സെക്രട്ടറി റെജി കെ പൌലോസ്, ജോയിന്റ് സെക്രട്ടറി ലിനി റെജി, ട്രഷറർ സിമി സിംസൺ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ വീട്ടുമുറ്റത്തെ മോട്ടോർ പമ്പ് സെറ്റിനടിയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കാരക്കാട് റോഡിൽ പുത്തൻപുരയിൽ ലത്തീഫിന്റെ വീട്ടുമുറ്റത്ത് നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ഞായറാഴ്ച രാത്രിയാണ് വീട്ടുകാർ പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,410 രൂപ, പവന് 99,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 200 രൂപ. ചരമം കുന്നംകുളം ചൊവ്വന്നൂർ പള്ളിക്കര വീട്ടിൽ മോഹനൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗിരിജ ഭാര്യയും മഞ്ജു മബി എന്നിവർ മക്കളുമാണ്. ചിറ്റാട്ടുകര കിഴക്കേത്തല പുലിക്കോട്ടിൽ പരേതനായ കൊച്ചപ്പൻ മകൻ ബോബൻ നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. മേരി മാതാവും സൈനാനി ഭാര്യയുമാണ്. ജാനറ്റ്, ജാക്സൺ എന്നിവർ മക്കളാണ്. ചെറുവത്താനി കല്ലായിൽ പരേതനായ കറപ്പൻ മകൻ കരുണാകരൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാനുമതി ഭാര്യയും നിഷാദ്, നിഷ എന്നിവർ മക്കളുമാണ്. കോട്ടപ്പടി താനപ്പറമ്പിൽ അമ്പലത്തിന് സമീപം ഐശ്വര്യ നഗറിൽ താമസിക്കുന്ന ചീരൻ കൊച്ചാപ്പു മകൻ കൊച്ചുമാത്യു നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11:30 കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. കൊച്ചുത്രേസിയാണ് ഭാര്യ. മിനി, ജോഷി, സിനി, ജോബി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 4 പഞ്ചായത്തുകളിൽ നിയന്ത്രണം. 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശം. തിരുവിറ്റക്കോട്, നാഗലശ്ശേരി, തൃത്താല, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തുകൾ രോഗനിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രാഥമിക അവലോകനവുമായി രാഷ്ട്രീയ പാർട്ടികൾ. തിരിച്ചടി നേരിട്ടിടങ്ങളിലെ രാഷ്ട്രീയ കാരണങ്ങൾ കണ്ടെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുത്തലുമായി മുന്നോട്ടു പോകാൻ സജീവമായി ഇടപെടലുമായി നേതൃത്വങ്ങൾ. തിരഞ്ഞെടുപ്പിൽ വിജയാഹ്ലാദവുമായി സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും. മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരെ കണ്ടെത്താനും അണിയറ നീക്കങ്ങൾ സജീവം. തർക്കങ്ങളില്ലാതെ സാരഥികളെ നിശ്ചയിക്കുന്നതിനാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് പാർട്ടി നേതൃത്വം. കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളത്ത് നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും തിരക്കിട്ട ചർച്ചകളിൽ. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് മേധാവിത്വമുണ്ടെങ്കിലും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം മുതലാക്കാൻ മറുപക്ഷത്തിന്റെ തീവ്രമായ ശ്രമം. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കാർ അടിച്ചു തകർത്തു. യൂത്ത് കോൺഗ്രസ് നേതാവും കേച്ചേരി സ്വദേശിയുമായ ഊക്കയിൽ വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് 3 അംഗ സംഘം അടിച്ചു തകർത്തത്. 3 പേർ കസ്റ്റഡിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.